ഹലോ, എൻ്റെ സബ്സ്ക്രൈബേഴ്സും എൻ്റെ കൂട്ടുകാർക്കും എല്ലാം സുഖമല്ലേ? കുറച്ച് ദിവസമായി ഒരു വീഡിയോ പോലും ഇട്ടില്ല, കാരണം ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ അതാ ഞാൻ പച്ചക്കറി വാങ്ങിക്കാൻ വന്നിട്ടുണ്ട് മാർക്കറ്റിൽ. അപ്പം ഇവിടുത്തെ പച്ചക്കറി മാർക്കറ്റ് ഇതാ ഇതുപോലൊക്കെ ഇരിക്കും. നമ്മൾ ബോംബെയിലും ഗുജറാത്തിലൊക്കെ ഭയങ്കര തിരക്കുള്ള സ്ഥലമല്ലേ. അതേപോലെ നമ്മൾ കേരളത്തിൽ ഈ സമയത്ത് പുറത്തോട്ട് പോയ പച്ചക്കറി കടയിൽ മാത്രം പച്ചക്കറി കിട്ടും അല്ലേ. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ എല്ലായിടും പച്ചക്കറിയും ഫ്രൂട്ട്സും എല്ലാം അവൈലബിളാണ്. അതേപോലെ തക്കാളിയും ഇപ്പോൾ ദാ ഈ പച്ചക്കായ ഇതൊക്കെ 20 രൂപയുള്ളൂ കിലോ. തക്കാളിക്ക് 1 കിലോയ്ക്ക് 10 രൂപയേ ഉള്ളൂ. അത്രയ്ക്ക് വിലക്കുറവാണ്. നമ്മൾ ഒരു പച്ചക്കറിയുടെ ലാറിൽ നിന്നല്ല പച്ചക്കറി വാങ്ങിക്കുന്നത്. നമ്മൾ നോക്കി 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 എല്ലായിടും നോക്കിയിട്ട് എവിടെ വിലക്കുറവും നല്ല പച്ചക്കറി കിട്ടുന്ന നോക്കിയാൽ വാങ്ങിക്കുക. പക്ഷേങ്കിൽ നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല. നമ്മുടെ നാട്ടിൽ ഒരു പച്ചക്കറി കട കാണും, അതിനകത്ത് എങ്ങനെ ഉണ്ടെങ്കിലും മേടിച്ചേ പറ്റത്തുള്ളൂ. മൂത്തതാണെങ്കിലും വെണ്ടയ്ക്കൊക്കെ നല്ല മൂത്തതൊക്കെ നമ്മുടെ നാട്ടിൽ കിട്ടുന്നത്. പക്ഷേ ഇവിടെ ഒരു വെണ്ടയ്ക്ക പോലും ഇവരുടെ ഇതിനകത്ത് മൂത്തത് കാണത്തില്ല. ഉണ്ടെങ്കിൽ പോലും അവരെടുത്ത് ദൂരെ കളയും. അങ്ങനെ നമ്മൾ പച്ചക്കറി മാർക്കറ്റിലെല്ലാം നോക്കി ഇതാ കണ്ടോ, മാങ്ങ, പച്ച മാങ്ങയുണ്ട്, വഴുതനങ്ങ ഉണ്ട്, മറ്റേ വയലറ്റ് വഴുതനങ്ങ ഉണ്ട്, വെള്ള വഴുതനങ്ങ ഉണ്ട്, ചൊരയ്ക്ക ഉണ്ട്, പീച്ചിങ്ങ ഉണ്ട്, ക്യാബേജ് ഉണ്ട്. ഇല്ലാത്ത പച്ചക്കറി ഇല്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധനം ഇവിടെ കിട്ടത്തില്ല. പടവലങ്ങയും വെള്ളരിക്കയും അത് അങ്ങനത്തെ സാധനം ഇവിടെ ഇല്ല. പാവയ്ക്ക, പച്ച പാവയ്ക്ക ഉള്ള, നമ്മുടെ അവിടുത്തെ പാവയ്ക്ക, വെള്ളപ്പാവയ്ക്ക ഇവിടെ കാണിട്ടില്ല ആരും. അതുപോലെ ഇപ്പം നമ്മുടെ നാട്ടിലെ ക്യാരറ്റ് ഇല്ലേ, അത് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. അതിനും 10 രൂപയുള്ളൂ കിലോയ്ക്ക്. നല്ല ഫ്രഷ് പച്ചക്കറിയാണ്, ഒന്ന് മൂത്തതും പന്നലൊന്നുമില്ല, എല്ലാ സാധനവും ഇവിടെ കിട്ടും. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് സഞ്ചി കൊണ്ട് ഇറങ്ങിയാൽ മാത്രം മതി. 50 രൂപ കൊണ്ട് പോയാലും നമുക്ക് ഒരു സഞ്ചി നിറച്ച് പച്ചക്കറി നമുക്ക് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറ്റും. നല്ല ഫ്രഷ് പച്ചക്കറി മാത്രമല്ല, ഇലയില്ലേ, പാലക്ക് ലീവ്സും, പിന്നെ അതുപോലെ മല്ലിയിലയും, മല്ലിയില ആണെങ്കിൽ ഇവിടെ ഒരു പിടിക്ക് 2 പിടിക്ക് 10 രൂപയാണ് കണ്ടായിരുന്നു ഞാൻ. പിന്നെ ചിലതൊക്കെ ആണെങ്കിൽ തീരെ ഇറക്കിയാകുമ്പോഴത്തേക്കും അവർ ഉള്ള വിലയ്ക്ക്, കിട്ടുന്ന വിലയ്ക്കും കൊടുത്തേക്കും. 10 രൂപയ്ക്ക് തരുവാണെങ്കിൽ 10 രൂപയ്ക്ക് മേടിച്ചിട്ട് പോരും. അങ്ങനെ നമ്മൾ സഞ്ചി കൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സാധനവും അന്നെന്നുള്ളത് അന്നന്ന് മേടിക്കാം. ഞങ്ങൾ കണ്ടേ ഇവിടെ കോളിഫ്ലവറും, അതുപോലെ ഇത് ഇവർ മേടിക്കുന്ന പയർ, നമ്മുടെ നാട്ടിലെ പയറാണ്. അത് റെയറായിട്ട് ഇപ്പം ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് കണ്ട മൊത്തം വഴുതനങ്ങയാണ്. ചെറിയ വഴുതനങ്ങ, ഉണ്ട വഴുതനങ്ങ, നീളമുള്ള വഴുതനങ്ങ, എല്ലാ ടൈപ്പുള്ള വഴുതനങ്ങ. കോവയ്ക്കൊക്കെ ഇച്ചിരി ഉള്ളൂ, നല്ല കോവയ്ക്ക, ഒരെണ്ണം പോലും പഴുത്തത് കാണത്തില്ല അതിനകത്ത്. അതുപോലെ എല്ലാം ഫ്രഷ് ഐറ്റം. കാരണം നമ്മുടെ ഗുജറാത്തിനകത്ത് ഉൽപ്പാദിക്കുന്ന സാധനങ്ങളാണ് അവിടെ കിട്ടുന്നത്. നമ്മുടെ നാട്ടിൽ കിട്ടുന്നത് എല്ലാം ആന്ധ്രയിൽ നിന്നും മദ്രാസിൽ നിന്നും. അപ്പോൾ അത്ര ഉള്ളതാണ് വീഡിയോ. ഞാൻ ചെരുപ്പൊക്കെ 100 രൂപയേ ഉള്ളൂ. താങ്ക് യു. പിന്നൊരു വീഡിയോയ്ക്ക് കാണിക്കാം.